ഭാര്യയെ അത്യാവശ്യം നന്നായി പേടിച്ച സിറ്റുവേഷൻസ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇല്ല. എന്റെ ഭാര്യ ലിസ്റ്റും പേടിച്ചിട്ടുണ്ടോ? കാരണം ചിലപ്പോൾ ദേഷ്യം വരുമ്പോഴേ പുള്ളിക്കാരത്ത് ഇംഗ്ലീഷിലൊക്കെ അതെ. ഇപ്പൊ ലിസ്റ്റ് ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ എന്റെ ഒരു പ്രവർത്തനം പോലാണ്. സുപ്രീംക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ. അത് ഇവരിപ്പോ അങ്ങനെയാണ്. ഇപ്പൊ രാജു ഇപ്പൊ സുപ്രിയായിട്ട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സുപ്രിയ രാജുവിനോട് ദേഷ്യപ്പെടുക. ഇവരുടെ നേരത്തെ തന്നെ ഇവരുടെ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവര് പരസ്പരം അങ്ങനത്തെ ഒരു ടോൺ. ഇപ്പൊ നമ്മളിപ്പോ പോയി ചെന്ന് പറയുമ്പോഴേ അതേ ചളി വരുന്നുണ്ട്. ഇവര് നമ്മൾ ചെല്ലുമ്പോഴേ നമ്മളെ പറ്റി ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടോ പറഞ്ഞു വെച്ചു. അപ്പൊ അതുകൊണ്ടിട്ട് ഇവർക്ക് വേറെ ലെവലാണ്, കോർപ്പറേറ്റ് ലെവലാണ് ഇവർക്ക്. നമ്മള് സാധാരണ ലോക്കൽ ചാനലുകളുണ്ട്, ACV, നമ്മൾ അങ്ങനത്തെ ചാനലുകളാണ്. സ്റ്റാർ വിഷൻ, ലോക്കൽ ചാനലുകളോ അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, മാറി വരും, കുഴപ്പമില്ല. ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി ഒന്ന് നമ്മളെ പർച്ചേസ് ചെയ്യും, അപ്പൊ നമ്മുടെ വാല്യൂ വേറെ പോകും. ഇവരിൽ നിന്ന് പഠിച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് എന്താണ് ലിസ്റ്റിൻ ചേട്ടാ? ഒന്നും ഓർമ്മയില്ല. ഈ ഡിജോക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഇവരുടെ സൗഹൃദം സിനിമയിലൂടെയാണ് ഞാൻ അറിയുന്നത്. അതെ, എന്നാലും കുറെ കാലം ഞാൻ പഠിച്ചത് നോയാട്ടെ പുള്ളി കേട്ടേക്കുന്നത്. മക്കളുടെ കരച്ചിൽ കാണുമ്പോൾ പല കാര്യങ്ങളും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഉണ്ടാവുമല്ലോ. ഉണ്ട്, മൂന്നാളും ഉണ്ട്. എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ, പലപ്പോഴും ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം എനിക്ക് അഭിമാനമുള്ളത്, എനിക്ക് അത്ഭുതമാണ്. എനിക്ക് എനിക്ക് അനുഭവമല്ലേ അത്? എനിക്ക് തന്നെയല്ല, എന്റെ നാട്ടിലൊക്കെ ചെല്ലുമ്പോ അവർക്ക് തന്നെ എന്നോട് ഒരു അനുഭവം, ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ഒരു അതാണ് പറഞ്ഞു. അല്ല, എനിക്ക് അഭിമാനം ചിലപ്പോ തോന്നാറുണ്ട്. ഒരു ഇൻസിഡന്റ് ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഏട് ഉണ്ടോ? അത് അഭിമാനം തോന്നിയ ഒരു സിറ്റുവേഷൻ പറയാമോ? അതിപ്പം പ്രോഗ്രസ് കാർഡൊക്കെ എടുത്തു. അല്ല, ഇപ്പൊ സിനിമയുടെ നമ്മുടെ ആദ്യ സിനിമയിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കയ്യടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു അഭിമാനം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ നമ്മളൊരു ഹിന്ദി സിനിമ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൽഫി എന്ന് പറഞ്ഞ അക്ഷയ് കുമാർ സാർ അഭിനയിക്കുന്ന ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബോംബെയിൽ മീറ്റിംഗ് ആകുമ്പോൾ നമ്മൾ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രാം തീയതി ആകുമ്പോൾ ഇത്ര കോടി രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് പാർട്ട്ണർ ഉണ്ട്. അപ്പൊ എന്റെ പാർട്ട്ണറും ഞാനും കൂടെ അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് എത്രയും രൂപ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അവരൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് എന്റെ ഈ പാർട്ട്ണർ ഏതോ ഭയങ്കര $multi-billion കോർപ്പറേറ്റ് ആണ്. ഇവര് ഇങ്ങനെ കൃത്യസമയത്ത് പരിപാടി ഇങ്ങനെ അല്ല. ഒടുവിൽ ഞാൻ പാർട്ട്ണറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാർട്ട്ണർ